റോഷിയുടെ വികസനം ഇനി നമ്മൾ കാണാനുണ്ട്. വാ, റോഷി ചേട്ടന്റെ വികസനം കാണാനുണ്ട്. വാ വാ വാ. ഇവിടുത്തെ ജനങ്ങളെ വെറും പട്ടികളാക്കിക്കൊണ്ട് ഈ പട്ടിശ്ശേരി ഡാം എന്ന് പറയുന്ന പ്രോജക്ട് ഭയങ്കര വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, ഇലക്ഷനായി ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടക്കുന്ന സമയമാണ്. അതായത് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാന്തല്ലൂർ എന്ന് പറയുന്ന ദേവികുളം മണ്ഡലത്തിലെ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ഉദ്ഘാടനം നടന്നു. ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇവിടുത്തെ നാട്ടുകാർ അറിഞ്ഞിട്ടില്ല, ആകെ പോസ്റ്ററുകൾ മാത്രമുണ്ട്. അങ്ങനൊരു ഉദ്ഘാടനമാണ് പട്ടിശ്ശേരി ഡാം. ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡാമാണിത്. സ്വാഗതം. പട്ടിശ്ശേരി ഡാം പൂർത്തീകരണ ഉദ്ഘാടനമാണ് കേട്ടോ. പൂർത്തീകരണ ഉദ്ഘാടനം ശ്രീ ബഹുമാനപ്പെട്ട വികസന നായകൻ റോഷി അഗസ്റ്റൻ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് എ രാജയുണ്ട്, ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന LDFൻ്റെ എ രാജയുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉദ്ഘാടനം ഇത്ര പെട്ടെന്ന് പിണറായിയുടെ ഫോട്ടോയും വെച്ച് റോഷിയുടെ ഫോട്ടോയും വെച്ച് ഈ ഉദ്ഘാടനം നടത്തിയപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർ ഓർക്കും ഇത് വലിയൊരു ഡാമാണെന്ന്. പൂർത്തീകരണ ഉദ്ഘാടനമാണ് കേട്ടോ. പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാഴ്ച കാണിക്കാൻ പോവുകയാണ്. ഇതാണ് വികസനം എന്ന് പറയുന്നുണ്ട്. ഈ വികസനം എന്താണെന്ന് പുറത്തുനിന്ന് കാണുന്ന വികസനമല്ല, ഉള്ളിലുള്ള വികസനങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിച്ചു തരികയാണ്. തീർച്ചയായും ഈ വാർത്ത നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ ഇലക്ഷന് മുന്നേ എത്തിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, റോഷിയുടെ വികസനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇടുക്കിയുടെ ബഹുമാനപ്പെട്ട ഈ MLA നമ്മുടെ മന്ത്രി റോഷിയുടെ വികസനം എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനത് കാണിച്ചു തരാം. വരൂ. ഇവിടുന്ന് അവിടം വരെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടുന്ന് അങ്ങ് വരെ പെയിൻറ്റ് ചെയ്തിരിക്കുക. അങ്ങോട്ട് കാണിക്കൂ. അവിടം വരെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു പ്രോജക്റ്റ്, സർക്കാരിൻ്റെ പ്രോജക്റ്റ്, റോഷിയുടെ ഒരു പ്രോജക്റ്റ് എത്ര ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ അത്ഭുതപ്പെടും. പക്ഷേ ഇവിടുന്ന് തൊട്ടാണ് പണി തുടങ്ങുന്നത്. ഈ പോയിൻ്റ് കണ്ടോ, ഇവിടെ തൊട്ട് പെയിൻറ്റിങ് ഇല്ല, ഇവിടെ നിന്നുള്ളൊരു പോക്കാണ് നിങ്ങൾ കാണാൻ പോണത്. നോക്കൂ, നിങ്ങൾ ഇത്രയും വെള്ളമാണ്. കാരണം ഈ ഡാം എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമല്ല, വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ഡേഞ്ചർ സോണൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാമായിരുന്നു. അത്രയും വലിയ ഡാമാണ്, പണി കഴിഞ്ഞ ഡാം. ഇതാണ് ഡാം കേട്ടോ. നിങ്ങൾ നോക്ക്, ഇതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാം. പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ ഡാമാണ്. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പശുക്കൾ പുല്ല് തിന്നുകയാണ്. നിങ്ങൾ നോക്കുക, ഇതാണ് ഡാം. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ വിഷ്വലും ഈ വിഷ്വലൂടെ നോക്കും, ഒന്നും ചെയ്തിട്ടില്ല. എത്ര കോടിയായിരിക്കും ഇവന്മാർ ഇതിൻ്റെ പേര് മുക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിങ്ങൾ നോക്ക്, ഇതാണ് ഡാം. ഒരുമാതിരി കോപ്പിലെ പരിപാടിയല്ലേ ഇത്. എൻ്റെ പൊന്നു റോഷി ചേട്ടാ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ എന്തൊരു വൃത്തികേടാ. നിങ്ങൾ നോക്ക്, പട്ടിശ്ശേരി ഡാം. ഇവിടുത്തെ ജനങ്ങളെ വെറും പട്ടികളാക്കിക്കൊണ്ട് ഈ പട്ടിശ്ശേരി ഡാം എന്ന് പറയുന്ന പ്രോജക്റ്റ് എത്ര കോടി. കാട് ഡാമാക്കിയ നമ്മുടെ സർക്കാർ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, കാട് എങ്ങനെ ഡാമാക്കാൻ പറ്റും? ശുദ്ധ തന്തയില്ലായ്മ. ഇങ്ങനെയാണ് പറയേണ്ടത്. തമാശല്ല. ജനങ്ങൾ എന്തൊരു വിഡ്ഢികളാണെന്നറിയാമോ? ഈ പാവപ്പെട്ട മലയോര മേഖലയിലെ ജനങ്ങളെ പട്ടിശ്ശേരി ഡാം എന്ന് പറഞ്ഞ് പട്ടികളാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സർക്കാരെ, ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റൻ, നിങ്ങളൊന്ന് ഓർക്കണം. ജനങ്ങളെന്നും മണ്ടന്മാരല്ല. റോഷിയെ നിങ്ങൾ വോട്ട് ചെയ്യണം കേട്ടോ. റോഷിയെ നിങ്ങൾ വിജയിപ്പിക്കണം. ഇവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് എ രാജ അല്ലേ, അയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. എന്തൊരു തന്തയില്ലായ്മയെ കാണിച്ചു വെച്ചിരിക്കുന്നറിയോ അവിടെ. നിങ്ങൾ നോക്ക്, ഇത്രയും ജനങ്ങൾ. ഇതൊരു ഗ്രാമമാണ്. ഇവിടുത്തെ വാർത്തകളൊന്നും പുറത്തേക്ക് അറിയുന്നില്ല. ഇവിടുത്തെയുള്ള സാധാരണ കർഷകരാണ് ഇവിടെ ഉള്ളത്. ഇവരെ എന്നും നിങ്ങളിങ്ങനെ പട്ടികളാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഒരു പ്രധാന അറിയിപ്പുണ്ട്. ഇവിടെ അറിയിപ്പാണ്, അന്യർക്ക് പ്രവേശനമില്ല, വളർത്തുമൃഗങ്ങളെ അകത്ത് പ്രവേശിക്കരുത്. ഇത് ലംഘിച്ച് അകത്ത് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമാണ്. വലിയ ഡാമാണ്. കാരണം ഇവിടെ ആകെ വെള്ളം കണ്ടത് ഈ റോഡിലാണ്. കാണിച്ചോളൂ, ഡാമിൽ നിന്നുള്ള വെള്ളം കരകവിഞ്ഞൊഴുകി നിൽക്കുകയാണ് ഇവിടെ. ഇതാണ് ഡാം. കാണിച്ചു തരാം. അത് നോക്കി, ഇവിടെ നിന്നുള്ള സാധാരണക്കാർ ജനങ്ങളാണ് ഇപ്പോൾ പോകുന്നതൊക്കെ. പ്രിയപ്പെട്ട ജനങ്ങളെ, ദേവികുളം മണ്ഡലത്തിലുള്ളവരോട് മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. ചേട്ടാ ഒന്ന് വന്നേ, ഇങ്ങോട്ട് വാ. ഇവിടുത്തെ ജനങ്ങളോടാണ് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഒരു ഡാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടൂറിസ്റ്റ് പ്ലേസ് ആക്കണം. ഇങ്ങനൊരു ഡാം നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ മഴ, ആരാത് പറഞ്ഞേ, വന്നേ, എന്താ പേരെന്താ? ഗണനായകൻ. എന്താ പറഞ്ഞേ? ഇന്നലെ മഴ പെയ്തിന് ഈ വെള്ളം പോലും കാണത്തില്ല. ഇന്നലെ മഴ പെയ്തില്ലായിരുന്നു, ഈ വെള്ളം പോലും കാണുകയെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്താ ഇതിൻ്റെ കാര്യം? ഇത് ഒരു കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഇതിൽ തീർക്കാനുള്ള പരിപാടിയായിരുന്നു.
പക്ഷെ ഇപ്പൊ 11 കൊല്ലമായിട്ട് ഈ പണി തീർന്നിട്ടില്ല. ഇത് എന്താണ് ഗവൺമെന്റ് നടക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞു. റോഷി വന്ന് ഉദ്ഘാടിച്ചു. ഇത് വെള്ളമുണ്ടോ നോക്കിക്കൊള്ളുന്നു. നിങ്ങൾ നോക്കാം, നിങ്ങൾ ഇതൊരു ഡാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ഒരു ഈ വെള്ളം കാണത്തില്ല കേട്ടോ. മഴ പെയ്തില്ലെങ്കിൽ ഈ വെള്ളം കാണത്തില്ല. മഴ പെയ്തില്ലേ വെള്ളം കാണും. കാരണം ഇവിടെ പ്രിയപ്പെട്ടവർ ഇവിടെ ഒരു തമിഴ് കൾച്ചറാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഒരു വാർത്തകളൊന്നും, ഇത് ശരിക്കും കാന്തല്ലൂരാണ്, ഇവിടുത്തെ വാർത്തകളൊന്നും മെയിൻ സ്ട്രീം ചാനലുകളിലേക്കോ അങ്ങനെ വാർത്തകളിലേക്ക് വരുന്നില്ല. ഇങ്ങോട്ട് ആരും വരുന്നില്ല. കാരണം ഇവിടെ ഒരു വാർത്ത സൃഷ്ടിക്കാനുള്ള ബോധമൊന്നും ഇവർക്കില്ല. ഇവരെല്ലാം സാധാരണ കൂലിപ്പണിക്കാരാണ്. ഇവരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഞാനിപ്പോൾ യാദൃശ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും ഡാമല്ലേ നോക്കിയപ്പം റോഷിയുടെ ഫ്ലക്സും റോഷിയുടെ വലിയ എൻ്റെ ഫോട്ടോ എൻ്റെ തല വികസന നായകനാണ് റോഷി അഗസ്റ്റിൻ. അയാൾ ഒരുമാതിരി കോപ്പിലെ പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, LDF സർക്കാർ ഏത് സർക്കാരും ആയിക്കോട്ടെ, പക്ഷേ ആയിക്കോട്ടെ ഇവർക്ക് ഇവിടെ രാഷ്ട്രീയമൊന്നും ഇവിടെ അങ്ങനെ ഇല്ല, പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തന്തയില്ലായ്മ കാണിച്ചു വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്ക്. പട്ടിശ്ശേരി ഡാമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നിങ്ങൾ നോക്ക് എന്തൊരു വൃത്തികേടാ കാണിച്ചിരിക്കുന്നത്. അത് 15 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ അനുഭവിച്ച ആണല്ലേ ഇത്? അതെ, അന്നാണ് പ്രോജക്റ്റ് വന്നത്. അന്ന് ഒരു 10 കൊല്ലത്തിന് മുമ്പേ. ഇന്ന് 11 കൊല്ലമായി. ഉമ്മൻചാണ്ടി വന്നിട്ട് ഡാം പണി തീർക്കുമെന്ന് പറഞ്ഞതാ. ഇന്ന് 11 കൊല്ലമായി, ഇതുവരെ തീർന്നിട്ടില്ല പണി. അവിടെ ഇനിയുണ്ടോ റോഷിയുടെ വികസനം? ഇനി നമ്മൾ കാണാനുണ്ട്. വാ, റോഷി ചേട്ടൻ്റെ വികസനം കാണാനുണ്ട്. വാ. ഇനി വേറൊരു രസം കാണിച്ചു തരാം. ഇനി നിങ്ങൾ പട്ടിശ്ശേരി ഡാമിലെ വെള്ളം കാണിച്ചു തരാം. വാ, നോക്ക്, ഇതാണ് പട്ടിശ്ശേരി ഡാമിലെ വെള്ളം കേട്ടോ. എന്താ പൊന്നു റോഷി ചേട്ടാ, അത് ഭയങ്കര കഷ്ടമായി പോയി. ഉള്ള സ്നേഹം കളയല്ലേ നിങ്ങൾ? മെയിൻ ഷട്ടർ കാണിച്ചു തരാം. ഇതാ മെയിൻ ഷട്ടർ, നിങ്ങൾ നോക്ക്. പട്ടിശ്ശേരി ഡാമിൻ്റെ മെയിൻ ഷട്ടർ കാണിച്ചു തരാം. ഇതാണ് പട്ടിശ്ശേരി ഡാമിൻ്റെ മെയിൻ ഷട്ടർ. വെള്ളം കണ്ടോ? കുത്തി ഒലിക്കുക. ഇതങ്ങനെ തുറന്നു വിട്ടാൽ നമ്മൾ പ്രശ്നമല്ലേ? വെള്ളം ഇവിടെ നിൽക്കണ്ടേ? വെള്ളം തുറന്നു വിടുന്ന പുറത്തേ പോകുള്ളൂ. ഇവിടെയാണ്, ഇവിടുന്ന് വെള്ളം വന്നിട്ട് അങ്ങോട്ടാണ് തുറന്നു വിടുന്നത്. ഞാൻ വിചാരിച്ച അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ മൊത്തം വെള്ളമായിരിക്കും. ഇല്ല, ഇവിടെ വെള്ളം നിൽക്കണ്ടേ, തുറന്നു വിടുന്ന പുറത്തേ പോകണ്ടേ. നാട്ടുകാരെ ഊമ്പിച്ച് തിന്നുന്ന ഒരു പരിധിയില്ലേ? നേരത്തെ ഇത് കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടാമ്പായിരുന്നു. നല്ല ടാമ്പായിരുന്നു. നല്ല വേനൽ വരുമ്പോ നനയ്ക്കാനുള്ള ടാം തുറന്നു വിടും ഷട്ടർ. അപ്പോൾ ഏകദേശം 1 മാസമൊക്കെ പിടിച്ച് നിൽക്കാം കൃഷിയൊക്കെ. ഇപ്പൊ കൃഷിയുമില്ല, ഇവിടെ വെള്ളവുമില്ല. കാരണം ഇവിടെയുള്ള എല്ലാ സാധാരണ കൃഷിക്കാരാന്നേ. ഈ കാന്തല്ലൂരൊന്നും ഈ മെയിൻ ചാനലുകാരെ മൊട്ടേറിനൊക്കെ എവിടെ പോയി? ഇതൊക്കെ ഒന്ന് എടുക്ക്. ഇവിടുന്ന് കോവിൽക്കടവ് വെള്ളം, കോവിൽക്കടവ്, അവിടെ വെള്ളം, ഈ വെള്ളമാണ് കൃഷി നനയ്ക്കാൻ വേനൽ തുറന്നു വിടുള്ളൂ. കൃഷിക്ക് വേണ്ടി വെള്ളമില്ല, കൃഷിയില്ല, ഡാമുമില്ല, വെള്ളമില്ല. ഇത് കെട്ട് മാത്രമാണ് നടക്കുന്നത്. എന്താ നടക്കുന്ന സംഭവം ആയിരിക്കില്ല. ഈ വെള്ളം കൊണ്ട് എന്താ പറയുക? ഇത് പണിക്കാരുടെ സെട്ടാ, ഇന്നും പണി തീർന്നില്ല, പണി നടന്നുകൊണ്ടിരിക്കുക. അതിന് മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്ന് പണി നടന്നുകൊണ്ടിരിക്കാൻ എല്ലാ ആളും ഉണ്ട്. അവരുടെ ഷെഡ് ഇന്നും കാര്യം പകുതി പോലും പണിക്കാരുണ്ട്. അപ്പുറം കാണിച്ചു തരാം. ഇലക്ഷൻ ആയത് കാരണം പെട്ടെന്ന് അവർ ഉദ്ഘാടനം നടത്തി. ഇങ്ങനെ അപ്പം തന്നെ ഉദ്ഘാടനം നടത്തിയത് കാരണം കുറച്ച് വോട്ട് കിട്ടും. പിന്നെ അവർക്ക് ഇത് ഇതാകൂലേ, അവരുടെ ഭരണത്തിൽ ഞങ്ങള് പേര് കിട്ടും. പക്ഷെ ചീത്തപ്പേരാന്നേ ഉള്ളൂ അല്ലേ? എന്തോ മന്ത്രിക്ക് പേര് കിട്ടും, LDF-നും പേര് കിട്ടും, നമ്മുടെ പിണറായി സഖാവിനും പേര് കിട്ടും. ഇത്രയും ഭയങ്കര മുമ്പിക്കല് വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. മറയൂർ തൊട്ട് ഈ ടാമ്പ് ഉദ്ഘാടനം ചെയ്തിന് ഗസ്റ്റുകൾ പറഞ്ഞിട്ട് അവർ വന്നിട്ട് വെറുതായിട്ട് കാശും ചെലവ് പണിയിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം എല്ലാം ഒന്നുമില്ല. അതാണ് വെള്ളം. ഇതാണ് വെള്ളം. നമ്മൾ കാണിച്ച സ്ഥലമില്ലേ, മുമ്പ് കാണിച്ച ഈ സ്ഥലമില്ലേ, ഈ സ്ഥലത്ത് നിന്ന് വെള്ളം അങ്ങോട്ടാ പോകേണ്ടത്. നമ്മൾ വിചാരിച്ചത് അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അതൊന്നുമല്ല, പട്ടിശ്ശേരി ഡാമിൻ്റെ ഇപ്പുറത്തെ വശം കേട്ടോ. ഇതിലാണ് വെള്ളം പോകേണ്ടത്. നിങ്ങൾ നോക്ക്, അവിടെ നിന്നാണ് വെള്ളം വരേണ്ടത്. ആവശ്യം ഒന്ന് കാണിച്ചു കൊടുത്തേ ഇങ്ങോട്ട്. ഇതാണ് പട്ടിശ്ശേരി ഡാമിൻ്റെ. അവിടുന്ന് വെള്ളം, ഇവിടുന്ന് വെള്ളം അങ്ങോട്ടാണ് പോകേണ്ടത്. അത് ഗ്രാമമാണ്, അപ്പുറത്തോട്ട് ഗ്രാമമാണ്. ഇവിടുന്ന് വെള്ളം വരാനാ ആയുള്ള വെള്ളം. അവിടുന്ന് വെള്ളം വിടുക, ഇപ്പുറത്തേക്കാണ് വരേണ്ടത്. വെള്ളം ഒഴുകേണ്ട വഴിയാണ്. ഇവിടെ ആകെയുള്ള വെള്ളം നിങ്ങളെ കാണിച്ചത് ഇതുണ്ടോ? കണ്ടോ? ഇതാണ് അവിടെയുള്ള വെള്ളം. ഒരു വലിയ ഡാം. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് വലിയൊരു ഡാം. അതേ റോഷി അഗസ്റ്റിനും പിണറായി വിജയൻ്റെ സർക്കാരും കൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ LDF-ൻ്റെ സിറ്റിംഗ് MLA രാജയും കൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്ത് കോണത്തിലെ പരിപാടിയായത്? എന്താ സംഭവിച്ചത്? ഒരാഴ്ചക്ക് മുമ്പ് കട്ടൗട്ടറും മറ്റേ പോസ്റ്റൊക്കെ വന്ന് വെച്ചു. അതായത് റോഷിയുടെ പടമുള്ള ഒരു ഉദ്ഘാടനം പറഞ്ഞു. പൂർത്തീകരിച്ച ഉദ്ഘാടനം പറഞ്ഞു.
അത് ഒരാഴ്ചക്ക് അപ്പം തന്നെ അവർ വന്ന് ഇവിടെ വെച്ചിട്ട് ഒരാഴ്ചക്ക് അങ്ങ് എല്ലാവരും വന്ന് ഉദ്ഘാടനം നടത്തി. ഇവരുടെ ആൾക്കാർക്ക് കൂടുതൽ അറിയില്ല എന്ന് വെച്ചാൽ ജനങ്ങൾ അറിഞ്ഞില്ല. ഈ കട്ടൗട്ട് മാത്രം വെച്ചത് മാത്രമേ ഉള്ളൂ, അവിടെ വെച്ചത് മാത്രമേ ഉള്ളൂ. പുറത്തോട്ടൊന്നും വെച്ചില്ല. പുറത്തോട്ടൊന്നും ഇല്ല. ഇടയ്ക്ക് കോൽക്കടവിൽ നിന്ന് ഇടയ്ക്ക് ഒരു മറയൂരിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വെച്ചത് മാത്രമേ ഉള്ളൂ, പോസ്റ്റ് വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഈ ഡാം ഉദ്ഘാടനം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ കണ്ടിട്ട് പോകും വെറുതെ. റോഷി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കോൺഗ്രസ്സുകാരനല്ല, LDF-കാരനല്ല, BJP-കാരനല്ല പറയുന്നത്, നാട്ടുകാരാ പറയുന്നത്. നമ്മൾ തൊട്ടടുത്ത നമ്മളെ വീട് ഇവിടെയാ. ഞങ്ങളെല്ലാം ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു ഡാം സാധ്യമാണോ? സാധ്യമൊക്കെ ഉണ്ടായിരുന്നു ദിവസം. പട്ടിശ്ശേരി ഡാം ഉണ്ടായിരുന്നു. അത് വ്യവസായത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ഈ താഴെയുള്ള 5-6 ഗ്രാമങ്ങളുണ്ട്. അതിലുള്ള കുടിവെള്ളവും ഇതിനി പൂർത്തീകരിച്ചു വെച്ചു. പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ട്? ഇനി ഈ സാധനം ഇത് പൂർത്തീകരിച്ച് ക്ലിയറായ ഇവിടെ നിന്ന് ബോട്ടിങ് എല്ലാം വാർക്ക് എല്ലാം ഉണ്ട്. അതെല്ലാം വരുവാണെങ്കിൽ ഇവിടുത്തെ മക്കൾക്ക് എല്ലാവർക്കും നല്ല ഒരു വിഷമാണ്. ഈ പോക്കാണ് നടക്കും തോന്നുന്നു. ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഇത് 4 പേര് പണിയുന്നുണ്ട്. 4 പേര് പണിയുന്നുണ്ട്. ഒരു ഡാം പണിയാൻ വേണ്ടി 4 ഹിന്ദിക്കാര്, 4 ഭായിമാരാ ഉള്ളത്. ഉദ്ഘാടനം പറഞ്ഞു കഴിഞ്ഞാൽ പണി നടക്കുന്നുണ്ടോ? ഉണ്ട്. 4 5 ഭായിമാർ പണിയുന്നുണ്ട്. ഇത്രയും വലിയൊരു ഡാം പണിയാനുള്ള മെഷീനറിയാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങോട്ട് കാണിച്ച്. ഒരു JCB, അപ്പുറത്ത് വേറൊരു വണ്ടിയും കിടപ്പുണ്ട്. ഇപ്പോൾ ഡാം പണിയാനുള്ള മെഷീനറിയാണ്. ആരോട് പറയാനല്ലേ? വിള്ളൽ വീണ് കണ്ടോ? ഡാമിൻ്റെ വിള്ളലാ അങ്ങ് വരെ. ഇതെല്ലാം ഫുള്ള് പൊട്ടിയിരിക്കുക. വിള്ളൽ വീണ് കഴിഞ്ഞു. ഇതും പൊട്ടി, ഫുള്ള് പൊട്ടല. ഒരു വീടിൻ്റെ ഭിത്തി പൊട്ടെന്ന് ഓർക്കാം. പക്ഷേ ഇത്രയും പൈസ ഇറക്കി ഇത്രയും സിമെൻറ്റും കോൺക്രീറ്റും ചെയ്തിരിക്കുന്ന ഡാം ഇപ്പോഴേ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ പൊട്ടി എന്ന് പറയുന്നത് കോമൺ സെൻസ് ഉള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതെന്തായിരിക്കും ഇതിൻ്റെ പണിയെന്നത്. ഗവൺമെൻറ് ഓഫ് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പട്ടിശ്ശേരി ഡാം. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. എന്നാ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും പണിയും നടക്കുന്നില്ല. വെള്ളമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇത് പട്ടിശ്ശേരി ഡാമല്ല, പൊട്ടിപ്പോയ ഡാമാണ് പൊട്ടിശ്ശേരി ഡാം. എന്ത് കഷ്ടമാണ്! ഇവിടുത്തെ ജനങ്ങൾ സാധുക്കളാണ്, ഇവിടുത്തെ ജനങ്ങൾ പാവപ്പെട്ടവരാണ്, ഇവിടുത്തെ ജനങ്ങൾ കർഷകരാണ്, നിങ്ങളെ വിശ്വസിക്കുന്നവരാണ്. വിശ്വസിച്ച് ഈ പാവപ്പെട്ട ഈ ഗ്രാമത്തിലുള്ളവരെ, ഈ കാന്തല്ലൂർ ഗ്രാമത്തിലുള്ള ജനങ്ങളെ വെറും പട്ടികളാക്കി നിങ്ങൾ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതാക്കുന്നില്ലേ? ഇനിയും ജനങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിടണോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർക്കണം, ഇവർ വികസനം പറയുമ്പോൾ ഒരുപാട് പറയാറുണ്ട്. പൊള്ളയായ വികസനം, ജനങ്ങളെ പറ്റിച്ച് കോടികൾ മുക്കിയ കള്ളത്തരമുള്ള പൊള്ളയായ വികസനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ വിധിയെഴുതട്ടെ. ഈ കള്ളത്തരം പൊളിച്ചെടുക്കാൻ പറ്റിയതിൽ ട്രൂ TVക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, സത്യമായിട്ട് പ്രിയപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനിയും ജനങ്ങൾ വഞ്ചിതരാകാതിരിക്കട്ടെ. റോഷി എന്ന് പറയുന്ന MLA, റോഷി എന്ന് പറയുന്ന മന്ത്രി ഇനി ഇവിടെ ആവശ്യമുണ്ടോ? റോഷിയെ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ പറയുന്ന രാജയെ, ഇവിടുത്തെ ദേവികുളം MLA ആയിട്ടിരിക്കുന്ന രാജയെ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. നന്ദി, സ്നേഹം. ട്രൂ TVക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ.